ഇതുപോലെ ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയാലോ? ഇതിനായി ഉപയോഗിക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, 2 വാഴയില, പിന്നെ നമ്മുടെ ഫിഷ്. ആദ്യം നമ്മുടെ ഫിഷിലേക്ക് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി 3ഉം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അകത്തും പുറത്തുമായിട്ട്. അതിനുശേഷം ഒരു 5-10 മിനിറ്റ് മസാല പിടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. പിന്നീട് ഗ്യാസ് ഓൺ ആക്കുക. അതിലേക്ക് പാൻ വെക്കുക. ഗ്യാസിന്റെ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം കീപ്പ് ചെയ്യുക. ഹൈ ഫ്ലെയിം ആക്കാൻ പാടില്ല. ഓയിൽ ഫ്രീ ആയിട്ട് ഫിഷ് ചെയ്യുന്നതുകൊണ്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ കീപ്പ് ചെയ്ത് വെക്കുക. പിന്നീട് പാനിലേക്ക് ഒരു വാഴയില വെക്കുക. അതിന്റെ മുകളിൽ നമ്മുടെ ഫിഷ് വെക്കുക. ഒരു വാഴയില കൊണ്ട് ഇത് മൂടുക. ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക കുക്കാവാൻ വേണ്ടി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നോക്കുമ്പോൾ തന്നെ താഴത്തെ വാഴയില ഒന്ന് വാടിയിട്ടുണ്ടാവും. അപ്പോൾ തന്നെ ഒന്ന് മറിച്ചിടാം. ഞാൻ മറിച്ചിടാൻ കുറച്ച് ടാസ്ക് വിട്ടിരുന്നു. എന്നാലും എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ മറിച്ചിട്ടു. നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെയല്ലേ അത്യാവശ്യം കുക്ക് ചെയ്യണമെന്നാണല്ലോ. പിന്നീട് ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും താഴത്തെ വാഴയില ഒന്ന് വാടിയതായിട്ട് കാണാം. അപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ഫിഷ് ഇവിടെ കുക്കായിട്ടുണ്ട്. പിന്നീട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ഫിഷ് ഫ്രൈക്ക് മണത്തിനും ഒരു ഭംഗിക്കും വേണ്ടി ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇതിന്റെ മുകളിൽ ഇടുന്നുണ്ട്. അപ്പം നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഫിഷ് ഫ്രൈ കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെ കുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.